പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും വുദൂ നിത്യമായി എല്ലാ ദിവസവും എടുക്കുന്നവരാണ് അല്ലേ? വുദൂ നിത്യമായി എടുത്താൽ, നിസ്കരിക്കാൻ വേണ്ടി മാത്രമല്ല അതല്ലാത്ത സമയത്തും വുദൂ നമ്മൾ നിത്യമായി എടുക്കുന്നവരാണെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ പ്രതിഫലം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല എന്നതാണ്. ഈ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഉസ്താദേ? ഭക്ഷണം കഴിക്കാനില്ലാത്തതാണോ? വെള്ളം കുടിക്കാനില്ലാത്തതാണോ? അതൊന്നുമല്ല. ഇന്നത്തെ കാലത്ത് നമ്മുടെ കുടുംബത്തിലും നമ്മുടെയൊക്കെ വീട്ടിലും നമ്മുടെ ശരീരത്തിലും സ്വന്തമായി ഒന്ന് ചിന്തിച്ചാൽ പലപ്പോഴും നമ്മൾ ദാരിദ്ര്യത്തിലാണ്. ഇപ്പോഴും എങ്ങനെയാണ് നമ്മുടെ സാമ്പത്തികമായ ദാരിദ്ര്യം ഉണ്ടാവുക? ആത്മീയമായ ദാരിദ്ര്യം എങ്ങനെയാണ് ഉണ്ടാവുക? നമുക്കൊന്ന് കേട്ടാലോ? ആ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൂട്ടത്തിൽ ഒരു സ്വലാത്ത് ഇന്ന് നമുക്ക് പഠിക്കാം. ഈ സ്വലാത്ത് നമ്മൾ ചൊല്ലിയാൽ മുഖം പ്രകാശിക്കുന്നവരായി നമുക്ക് മരിക്കാൻ പറ്റും. മരിക്കുന്ന സമയത്ത് മുഖം പ്രകാശിച്ച് മരിച്ച് അവസാനം മഹ്ശറയിലേക്ക് വരുമ്പോൾ 14-ാം രാവിലെ പൂർണ്ണ ചന്ദ്രനെ പോലെ മുഖം പ്രകാശിക്കുന്നവരായി നമുക്ക് ആഖിറത്തിലേക്ക് വരാൻ പറ്റുമെന്നാണ്. അത്രമാത്രം ശ്രേഷ്ഠതയുള്ള ഈ സ്വലാത്ത് എങ്ങനെയാണ് പറയേണ്ടത്, ഇത് എപ്പോഴാണ് പറയേണ്ടത്, ഇതിന്റെ അർത്ഥം എന്താണ്, വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. അല്ലാഹു തആല നമ്മൾ പറയുന്നത് സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇ അൽ ഫായിസീൻ അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ശബ്ദം കേൾക്കുന്ന, ക്ലാസുകൾ സ്ഥിരമായി കേൾക്കുന്ന ഉമ്മമാരെ, വാപ്പമാരെ, അൽഹംദുലില്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ എല്ലാവിധത്തിലുള്ള കാവലുകളും നമുക്ക് ഇരുലോകത്തും അല്ലാഹു നൽകുമാറാവട്ടെ. ഒരുപാട് പ്രയാസത്തിലൂടെ, പ്രതിസന്ധിയിലൂടെ പോകുന്ന നമ്മുടെ പ്രവാസികളായ സഹോദരന്മാർ ഉൾപ്പെടെ ലോകത്ത് യുദ്ധം നടക്കുന്നു. പല സ്ഥലത്തും പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാണ്, പ്രതിസന്ധികളാണ്, രോഗങ്ങളാണ്. അല്ലാഹു എല്ലാ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വിശുദ്ധമായ കഴിഞ്ഞുപോയ റമദാൻ, ആ റമദാനിൽ നമ്മൾ നേടിയെടുത്ത എന്തെല്ലാം ഈമാനികമായ കാര്യങ്ങളുണ്ടോ, ഈമാനികമായ നമ്മൾ ഒരു മുന്നേറ്റം നേടിയെടുത്തവരാണ്. നിസ്കാരമൊക്കെ നമ്മൾ കൃത്യമായി നിസ്കരിച്ചവരാണ്. അതുപോലെ ഖുർആൻ പാരായണം ചെയ്തവരാണ്, ദിക്ർ ഔറാദുകൾ പറഞ്ഞവരാണ്. ഇനിയുള്ള ദിവസങ്ങളിലും ആ കാര്യങ്ങളൊക്കെ പ്രത്യേകമായി ചെയ്യാൻ നമ്മൾ വിട്ടുപോകരുത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ റമദാൻ, കഴിഞ്ഞുപോയ റമദാൻ നമുക്ക് അനുകൂലമായ സാക്ഷിയാക്കുമാറാവട്ടെ. ഇനിയും ജീവിതത്തിൽ ഒരുപാട് റമദാനുകളെ സ്വീകരിക്കുവാനും അതിലൊക്കെ ഒരുപാട് പടച്ചോന് ഇഷ്ടപ്പെട്ട നല്ല കാര്യങ്ങൾ ചെയ്യാനും അല്ലാഹു നമുക്ക് അവസരം തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ എല്ലാ ദിവസവും അൽഹംദുലില്ലാ വുദു എടുക്കുന്നവരാണ് അല്ലേ? നിസ്കാരത്തിന് വേണ്ടി നമ്മൾ വുദു എടുക്കുന്നവരാണ്. ഈ വുദു എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ആയ ഒരു കാര്യം, ദാരിദ്ര്യത്തെ തടയുന്ന ഒരു കാര്യമാണ് വുദു. വുദു നിസ്കാരത്തിൽ മാത്രം എടുക്കേണ്ട ഒരു കാര്യമല്ല. അതല്ലാതെ നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും അതിന് മുന്നേ വുദു ഉണ്ടായിരിക്കൽ പ്രത്യേകം നല്ലതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയായിരുന്നു. നബി തങ്ങളൊക്കെ ദായിമുൽ വുദു ആയിരുന്നു. എപ്പോഴും വുദു നിത്യമായി കൊണ്ടുപോകുന്ന ആളായിരുന്നു. നമ്മൾ റമദാനിൽ ഒരു ക്ലാസ്സിൽ വുദു സ്ഥിരമായി എടുക്കുന്നവർക്ക് കിട്ടുന്ന നേട്ടങ്ങൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, വുദു എന്ന് പറഞ്ഞാൽ നമ്മുടെ ദാരിദ്ര്യത്തെ തടയുന്ന, ദാരിദ്ര്യം ഇല്ലാതാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആയുധമാണ് വുദു എന്ന് പറഞ്ഞാൽ. പക്ഷേ ഈ വുദു എടുക്കുന്ന സമയത്ത് പലരും ചെയ്യുന്ന ചില അബദ്ധങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാകും. ഈ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല, അല്ലെങ്കിൽ ധരിക്കാൻ വസ്ത്രമില്ല, അതല്ല ദാരിദ്ര്യം. നമുക്ക് വേണ്ട സാധനങ്ങൾ വേണ്ട സമയത്ത് കിട്ടാതിരിക്കുക, അതാണ് ദാരിദ്ര്യം. ഇപ്പോ നമ്മുടെ വീട്ടിന്റെ അലമാരിയൊക്കെ ഒന്ന് പരിശോധിച്ചാൽ അല്ലെ, ഞാൻ എൻ്റെ വീട്ടിൽ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ അലമാര ഒന്ന് തുറന്നാൽ അതിൽ ഒരുപാട് തട്ടുകളുണ്ട്, ഒരുപാട് കള്ളികളുണ്ട്, തട്ടുകളുണ്ട്. മുകളിലത്തെ തട്ടിൽ ആരുടെ ഉടുപ്പാണ്? നമ്മുടെ വൈഫിന്റെ ഉടുപ്പായിരിക്കും. ഇവിടെയും വൈഫിന്റെ ഉടുപ്പായിരിക്കും, ഇവിടെയും വൈഫിന്റെ പർദ്ദയൊക്കെ ആയിരിക്കും, ഇവരുടെ അവിടുത്തെ ചുരിദാറായിരിക്കും. നമുക്ക് മാത്രം ചിലപ്പോൾ, ഇത് കുറ്റം പറയല്ല കേട്ടോ, എല്ലാ വീടും സത്യാവസ്ഥ അതാ. ചില ഒരു തട്ടിൽ മാത്രം എന്തായിരിക്കും, നമ്മുടെ ഷർട്ടോ അല്ലെങ്കിൽ പാൻറ്റോ അല്ലെങ്കിൽ മുണ്ടോ ജുബയോ ഉണ്ടാവും. എന്നാലും ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടിയോ അത് ആ അലമാര തുറന്ന് എല്ലാ നല്ല ഉടുപ്പില്ല, കുറെ ഉടുപ്പുണ്ട്, പക്ഷെ ഏത് ഉടുപ്പിടും? അത് വല്ലാത്തൊരു ബേജാറാണ്. നമുക്കൊരു ഇഷ്ടപ്പെടുന്ന ഒരു ഉടുപ്പ്, എല്ലാ ഉടുപ്പ് ഇഷ്ടമാണെങ്കിലും നമുക്ക് ഒരു കല്യാണത്തിന് പോകാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീട്ടിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷന് പോകാൻ നമുക്കൊരു മനസ്സിന് തൃപ്തിയുള്ളൊരു വസ്ത്രം ഉണ്ടാവില്ല. എന്നാൽ ഒരുപാട് ഉടുപ്പുണ്ട്. ഇതിനെന്താണ്? മനസ്സിന്റെ ദാരിദ്ര്യം എന്ന് പറയും. ഇനി മറ്റൊരു കാര്യം, നമ്മൾ ഒരു സ്ഥലത്ത് പോവാണ്. അപ്പോൾ കല്യാണത്തിന് പോകുന്ന സമയത്ത് കല്യാണത്തിന് പൈസ കൊടുക്കുമല്ലോ, നമ്മൾ സന്തോഷത്തിൽ കൊടുക്കും. അപ്പൊ പൈസ കൊടുക്കുമ്പോൾ ഈ കല്യാണ കവർ ഉണ്ട്, ചെറിയ കവർ. ഇതാണ് ഈ കല്യാണ കവർ എന്ന് പറയും അല്ലെ. ഈ കളറിലുള്ള ഇതും വെള്ളയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ബ്രൗൺ കളർ പലതും ഉണ്ട്. അപ്പൊ ഈ കവറിലിട്ട് പൈസ കൊടുക്കുമ്പോഴാണല്ലോ അതിൻ്റെതായ ഒരു മാന്യത, അല്ലാതെ പൈസ നേരിട്ട് കൊടുക്കുമ്പോഴല്ലോ. അപ്പൊ ഈ കവറിന് ഇതിന് എനിക്ക് തോന്നുന്നു 1 രൂപ അല്ലെങ്കിൽ 2 രൂപ
കൂടിപ്പോയ ഒരു 5 രൂപ വെക്ക്, 5 ആവൂല, ചിലപ്പോൾ 2.5 ആയിരിക്കും. അപ്പം ഇത് വാങ്ങാൻ വേണ്ടി നമ്മളൊരു കടയിലേക്ക് കയറി. ചെറിയൊരു കടയാണ്. അവിടെ ചെന്നപ്പോൾ ഈ കല്യാണ കവറുണ്ടോ? ഉണ്ട്, ഇതാണ്. എത്ര രൂപ? 2 രൂപ. അല്ലെങ്കിൽ ഒരു 5 രൂപ എന്ന് പറഞ്ഞു. നമ്മൾ നോക്കുമ്പോൾ കയ്യിൽ പൈസ ഇല്ല, ഉള്ളത് 500 നോട്ടാണ്, അല്ലെങ്കിൽ 200 നോട്ടാണ്. അപ്പോൾ നമ്മളത് കൊടുക്കും. ചില്ലറില്ല കേട്ടോ, 2 രൂപ ചില്ലറ തരണം കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു ചില്ലറില്ല. ഇല്ലല്ല. അപ്പോൾ ഗൂഗിൾ പേ ഉണ്ടോ? ഗൂഗിൾ പേ ഇല്ല കേട്ടോ, ചില്ലറ തന്നെ തരണം. നമ്മുടെ കയ്യിൽ ചില്ലറയില്ല. ഇതിനെന്താണ്? സാമ്പത്തികമായ ചില ദാരിദ്ര്യം എന്ന് പറയും. നമ്മുടെ കയ്യിൽ കാശുണ്ടോ? ഉണ്ട്. എത്ര രൂപ ഉണ്ട്? 500 രൂപയുണ്ട്, അല്ലെങ്കിൽ എത്ര 200 രൂപയുണ്ട്. ചിലപ്പോൾ ഈ ബാങ്ക് അക്കൗണ്ട്, നമ്മൾ ഗൂഗിൾ പേയിൽ ചിലപ്പോൾ 1 ലക്ഷം രൂപ ഉണ്ടാവും. പക്ഷേ ഇവിടെ നമുക്ക് ഒരു 2 രൂപയാണ് വേണ്ടത്. അത് അയാൾക്ക് പൈസയായിട്ട് കൊടുക്കണം. പക്ഷെ നമ്മുടെ കയ്യിലില്ല. കാറിൽ നോക്കി, കാറിലും ഇല്ല. അയാൾക്കാണെങ്കിൽ 2 രൂപ കിട്ടിയേ പറ്റൂ, ഇല്ലെങ്കിൽ കവർ കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ചില നമ്മുടെ ജീവിതത്തിൽ ചില മൊമെന്റുകളുണ്ട്. അത് ചിലപ്പോൾ നമ്മൾ ദാരിദ്ര്യം വന്നു പോകും. അതായത് എന്താണ്, ചില സമയത്ത് ചില പിടുത്തം, അതിനാണ് ഈ ദാരിദ്ര്യം എന്ന് പറയുക. ഇന്നത്തെ കാലത്ത് അത് ഉണ്ടാവാൻ പാടില്ല. അതുണ്ടാകുന്നത് നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അത് ഉണ്ടാകുന്നതെന്നാണ്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ ഓരോ റൂം എടുത്താൽ തന്നെ നമ്മൾ ഈ അടിച്ചു കൂട്ടിയിട്ട് വീടിന്റെ മൂലയിൽ കൊണ്ടുപോയിടും. നല്ല വീടൊക്കെ ആയിരിക്കും, പക്ഷെ വീടിന്റെ ഒരു റൂം അടിച്ചാൽ അത് കൂട്ടി ഒരു സ്ഥലത്ത് വെക്കും. ഇതിപ്പോ അല്ലെങ്കിൽ വേസ്റ്റ് പെട്ടിയോ അല്ലെങ്കിൽ വേസ്റ്റ് ബാസ്ക്കറ്റോ എന്തിലാണെങ്കിൽ അതിലിടുക, അത് വേസ്റ്റ് ഇടാൻ വേണ്ടിയുള്ള ഒരു സാധനമാണ്. ഇതല്ല, ഇത് വീടിന്റെ അടിച്ചു കൂട്ടിയിട്ട് വീടിന്റെ ഒരു മൂലയിൽ കൊണ്ടുപോയിടും. അടിച്ചു കൂട്ടിയിട്ട് വീടിന്റെ വർക്ക് ഏരിയയിൽ കൊണ്ടുപോയി കൂട്ടിവെക്കും. അതിന് ഒരു 1-2 ദിവസമൊക്കെ കഴിയുന്നത് വരെ അത് അവിടെ ഉണ്ടാകും. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ഇതുപോലുള്ള ദാരിദ്ര്യം ഉണ്ടാക്കി തീരുമെന്നാണ്. അതുപോലെ വീട് രാത്രി അടിച്ചു വാരാൻ പാടില്ല. ഇതൊക്കെ നോക്കുമ്പോൾ ഇതൊക്കെ എവിടെ നിന്നാണ്? ഇതൊക്കെ അന്ധവിശ്വാസമാണ്. കുറച്ച് ഉസ്താദുമാരും മൊയ്ലിയാക്കന്മാരും വന്ന് പറയുന്നതാണ്. ഇത് ഞങ്ങൾ പറയുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് പഠിച്ച പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു, രാത്രി നിങ്ങൾ വീട് അടിച്ചു വാരൽ സൂക്ഷിക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ബാത്റൂമിലേക്ക് കയറുമ്പോൾ സ്ഥിരമായി, വല്ലപ്പോഴും അല്ല എപ്പോഴും ബാത്റൂമിൽ കയറുമ്പോൾ എപ്പോഴും വലത് കാല് കൊണ്ട് കയറും. വലത് കാലം ഉന്തിച്ചാണ് എപ്പോഴും ബാത്റൂമിൽ കയറുന്നത്. ഇതുപോലത്തെ ദാരിദ്ര്യം വരും. ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ എപ്പോഴും ഇടത് കാല് കൊണ്ടാണ് ഇറങ്ങുക. അങ്ങനെയല്ല, ബാത്റൂമിൽ കയറുമ്പോൾ ഇടത് കാല് കൊണ്ട് കയറുക, ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ വലത് കാല് കൊണ്ട് ഇറങ്ങുക. ഇത് പ്രത്യേകം സുന്നത്താണ്. നബി തങ്ങളുടെ ഹദീസിൽ അങ്ങനെയാണ്. പക്ഷെ ഇതിന് നേരെ വിപരീതം നമ്മൾ ചെയ്യുമ്പോൾ, അങ്ങനെ സ്ഥിരമായി ചെയ്ത് വരുമ്പോൾ ഇതുപോലത്തെ ദാരിദ്ര്യം ഉണ്ടാകുമെന്നാണ്. പിന്നെ മറ്റൊരു കാര്യമാണ് നിന്ന് വെള്ളം കുടിക്കുക, നിന്ന് ഭക്ഷണം കഴിക്കുക. വീട്ടിലൊക്കെ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് തിരക്കിന്റെ ഇടയിൽ പെട്ടെന്ന് വെള്ളം കുടിച്ചിട്ടൊക്കെ നിന്ന് കുടിച്ചിട്ട് പോകും. അങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ, സ്ഥിരമായി അങ്ങനെ ചെയ്യുന്ന ആളാണെങ്കിൽ ദാരിദ്ര്യം ഉണ്ടാകും. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞൊന്നു മാത്രം. ഇങ്ങനെ നമ്മൾ സ്ഥിരമായി ചെയ്താൽ ജീവിതത്തിൽ വലിയ ദാരിദ്ര്യവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമ്മൾ പറഞ്ഞല്ലോ, വുളു എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യത്തെ തടയുന്ന ഒരു കാര്യമാണ്. വുളു എടുക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്? പലരുമൊക്കെ സഹോദരിമാരൊക്കെ വുളു എടുക്കുമ്പോൾ അത് പൂർണ്ണമാവാറില്ല. വുളു പൂർണ്ണമായും എടുക്കണം, എന്നാലാണ് നമ്മൾ ഈ പറഞ്ഞ ബെനിഫിറ്റുകളൊക്കെ നമുക്ക് കിട്ടുക. വുളു എങ്ങനെയാ പൂർണ്ണമാക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ചുരിദാറോ അല്ലെങ്കിൽ നൈറ്റിയോ ഒക്കെ ഇടുമ്പോൾ ചിലപ്പോൾ കൈയൊക്കെ ചിലപ്പോൾ ഇത് ഇത്ര വരുള്ളൂ. കണ്ടോ, കൈ ഇങ്ങനെ ഇത്രേ കയറുള്ളൂ. അതായത് കൈ മുട്ട് ഉൾപ്പെടെ കഴുകണമെന്നാണ്. അതെ, ഇവിടെ ഉൾപ്പെടെ കഴുകണമെന്നാണ്. ഇങ്ങനെ മൊത്തത്തിൽ കഴുകണം, എന്നാലാണ് വുളു ശരിയാവുള്ളൂ. ഈ മുട്ടുണ്ടല്ലോ, ഈ മുട്ട് ഉൾപ്പെടെ കഴുകണം, ഇങ്ങനെ കഴുകണം. അല്ലാതെ ചില ആളുകൾ ഈ ചുരിദാർ ഇങ്ങനെ കയറ്റി വെക്കാൻ അല്ലെങ്കിൽ നൈറ്റി ഇങ്ങനെ കയറ്റി വെക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇവിടെ മാത്രം ഇങ്ങനെ കഴുകിയിട്ട് പോകും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ നാക്കിയിട്ട് പോകും. പക്ഷെ ഇവിടെ നനയൂല. അതെന്താണ്? വുളുയിൽ പിശുക്ക് കാണിക്കലാണ്. വുളു ശരിയാവൂല. അങ്ങനെ ദാരിദ്ര്യം ഉണ്ടാവുമെന്നാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കാല് കഴുകുന്ന സമയത്ത്, കാല് കഴുകുമ്പോൾ കാലിന്റെ ഫ്രണ്ട് ഭാഗം മാത്രം ഇങ്ങനെ കഴുകരുത്. ബാക്കിൽ നമ്മുടെ ആ കാലിന്റെ കുതിഭാഗം എന്ന് പറയും, പുറകു ഭാഗം, ആ ഭാഗം നനയാറില്ല പലർക്കും. അങ്ങനെയല്ല, കാലിങ്ങനെ തിരിച്ചു പിടിച്ചിട്ട് ആ പൈപ്പിൽ നിന്ന് വെള്ളം കൊണ്ട് ഈ ഭാഗം ഉൾപ്പെടെ വേണമെങ്കിൽ കാലിങ്ങനെ കുറച്ച് പൊക്കി വെച്ചിട്ട് ആ മുട്ടിന്റെ താഴെ മുതൽ അങ്ങോട്ട് കഴുകലാണ് ഏറ്റവും നല്ലത്. അങ്ങനെ കഴുകിയാൽ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ആഖിറത്തിൽ കിട്ടാനുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ വുളു എടുത്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുമെന്നറിയോ? അത് ചിലപ്പോൾ നമ്മൾ മറ്റേ ഇതുണ്ടല്ലോ, ധരിച്ചിരിക്കുന്ന വസ്ത്രം, ആ ധരിച്ചിരിക്കുന്ന വസ്ത്രം കൊണ്ട് ഇങ്ങനെ തുടക്കാറുണ്ട്. അതും ശരിയല്ല. അല്ലെങ്കിൽ വുളുവിന്റെ വെള്ളം തുടച്ച് കളയരുത് എന്നാണ്.
കളയാതിരിക്കലാണ് നല്ലത്. സ്ഥിരമായിട്ട് വുളുവിന്റെ വെള്ളം ഇങ്ങനെ തുടച്ചു കളഞ്ഞാൽ അത് ദാരിദ്ര്യമുണ്ടാക്കും. മാത്രമല്ല ഇനിയിപ്പോൾ എന്തെങ്കിലും അസുഖമാണ്, നമുക്ക് വെള്ളം ഇങ്ങനെ കൂടുതൽ നേരം ഇരിക്കാൻ പറ്റില്ല, എന്തെങ്കിലും ചൊറിയ ചടങ്ങൊക്കെ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്കത് തുടച്ചു കളയാം. അതല്ലാതെ വേറെ ഒന്നുമില്ലെങ്കിൽ അത് തുടച്ചു കളയാൻ എന്താണ് കറാഹത്താണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പലരും ചോദിച്ചു, ഉസ്താദേ ചൂടുവെള്ളത്തിൽ വുളു എടുക്കാമോ? ചൂടുവെള്ളത്തിൽ വുളു എടുക്കാം, നല്ലൊരു ചോദ്യമാണല്ലേ. ചൂടുവെള്ളത്തിൽ വുളു എടുക്കാമോ? ചൂടുവെള്ളത്തിൽ വുളു എടുക്കാം, ഒരു കുഴപ്പമില്ല. ചൂട് കൂടാതെ മുഖം പൊള്ളാതിരുന്നാൽ മതി, വേറെ ഒരു കുഴപ്പമില്ല. പച്ചവെള്ളത്തിൽ വുളു എടുക്കാം, ചൂടുവെള്ളത്തിൽ വുളു എടുക്കാം. പിന്നെ ഈ ചൂടുവെള്ളത്തിലൊക്കെ കുളിക്കുന്ന സമയത്ത് സ്ഥിരമായിട്ട് നല്ല ചൂടുവെള്ളം തലയിൽ ചെന്നാൽ അത് ഭയങ്കര തലക്ക് ചില പ്രശ്നങ്ങൾ, മുടി കൊഴിയാനും ഒക്കെ കാരണമാകും, അതുണ്ടാവാൻ പാടില്ല. പിന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി ഒരു സ്വലാത്ത് ഞാൻ ഇന്ന് പഠിപ്പിച്ചു തരാം. ഇന്ന് വിശുദ്ധമായ ശവ്വാൽ മാസത്തിന്റെ പവിത്രമായ ഒരു ദിവസമാണ്. ഒരു സ്വലാത്ത് നമുക്ക് പഠിക്കാം. ഈ സ്വലാത്ത് വുളു എടുത്തതിന് ശേഷം ഒരു വട്ടം പറയുക. വുളു എടുത്തതിന് ശേഷം ഒരു വട്ടം പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് മുഖം പ്രകാശിക്കുന്നവരായിട്ട് നമുക്ക് ആഖിറത്തിലേക്ക് വരാൻ പറ്റുമെന്നാണ്. മുഖം ഇങ്ങനെ തിളങ്ങും, മുഖം പ്രകാശിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബിമാരോട് പറയുന്നുണ്ട്, സ്വഹാബിമാരെ, ഞാൻ എൻ്റെ കൂട്ടുകാരന്മാരെ കാണാൻ കൊതിക്കുന്നു, എൻ്റെ അഹ്ബാബിങ്ങളെ കാണാൻ കൊതിക്കുന്നു. അപ്പോൾ സ്വഹാബിമാർ ചോദിച്ചു, നബിയെ, ഞങ്ങളല്ലേ നിങ്ങളുടെ കൂട്ടുകാർ? ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂട്ടുകാരല്ല, നിങ്ങൾ എൻ്റെ അനുചരന്മാരാണ്. എൻ്റെ കൂട്ടുകാരന്മാർ അവർ വന്നിട്ടില്ല, അവർ എന്നെ നേരിട്ട് കണ്ടവരല്ല, ഞാൻ അവരെയും കണ്ടിട്ടില്ല. അപ്പൊ അവർ വരാനിരിക്കുന്നവർ, അതായത് എന്നെയും നിങ്ങളെയും പറ്റിയാണ് അള്ളാന്റെ ഹബീബ് പറഞ്ഞത്, നമ്മൾ നബി തങ്ങളുടെ കൂട്ടുകാരന്മാരാണെന്ന്. അള്ളാഹു താല നബിയുടെ കൂട്ടുകാരന്മാരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ, ആമീൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബിമാർ ചോദിക്കുന്നുണ്ട്, നബിയെ, നിങ്ങളുടെ കൂട്ടുകാരന്മാരെ ഇനി നിങ്ങൾ എപ്പോഴാണ് കാണുക, എവിടെ വെച്ചാണ് കാണുക? അപ്പൊ നബി തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ ആഖിറത്തിൽ എൻ്റെ കൂട്ടുകാരന്മാരെ നേരിട്ട് കാണും, എൻ്റെ സ്നേഹിതന്മാരെ ഞാൻ നേരിട്ട് കാണും. അപ്പൊ ചോദിച്ചു, നബിയെ, കോടാനുകോടി മനുഷ്യർ ഉള്ള മഹ്ശറയിൽ നിങ്ങളുടെ കൂട്ടുകാരന്മാരെ നിങ്ങൾ എങ്ങനെയാണ് നബിയെ തിരിച്ചറിയുക? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഹുർറൻ മുഹജ്ജലീന മിൻ ആസാരിൽ വുളൂ, അവർ വുളു എടുക്കുന്ന സമയത്ത് വുളൂഇന്റെ അവയവങ്ങൾ കയറ്റി കഴുകുന്നവരാണ്. അത് മുഖേന അവരുടെ വുളൂഇന്റെ അവയവങ്ങൾ വെളുത്തവരായിട്ട് അവർ ആഖിറത്തിലേക്ക് വരും. അവരെന്റെ കൂട്ടുകാരന്മാരാണെന്ന് ഞാൻ തിരിച്ചറിയും, അവർക്ക് പ്രത്യേകമായി ഞാൻ ശുപാർശ ചെയ്യുമെന്നെല്ലാം നബി തങ്ങളുടെ വാക്കുകളിൽ നമുക്ക് നിഴലിച്ച് കാണാൻ പറ്റും. അപ്പോ ഈ വുളൂഇന്റെ അവയവങ്ങൾ കയറ്റി കഴുകുക. മുഖം കഴുകുമ്പോൾ ഇവിടെ മാത്രമല്ല കഴുകേണ്ടത്, മുഖം മൊത്തത്തിൽ നല്ല റാഹത്തായിട്ട് കഴുകുക. കൈ ഇങ്ങനെ അല്പം കയറ്റി കഴുകുക, രണ്ട് കൈയും അല്പം കയറ്റി കഴുകുക. പിന്നെയോ തല തടവുമ്പോൾ കുറച്ച് വെള്ളം എടുത്ത് ഇങ്ങനെയല്ല, തല മുഴുവനും തടവൽ പ്രത്യേകം സുന്നത്താണ്. ചെവി തടകുമ്പോൾ ഇങ്ങനെയല്ല, ഒരേ രൂപത്തിൽ ഇങ്ങനെ തടവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാല് നല്ല പോലെ കഴുകുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ആ കൂട്ടത്തിൽ വുളൂ നിത്യമായി എടുക്കുക, വുളൂ അവയവങ്ങളൊക്കെ കയറ്റി കഴുകുക. കൂട്ടത്തിൽ വുളൂഇന് ശേഷം ഈ ഒരു സ്വലാത്ത് നമ്മൾ നിത്യമായി പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വുളൂഇന് ശേഷമുള്ള ഒരു ദുആ നമ്മൾ പറയാറുണ്ടല്ലോ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുതത്വഹിരീന വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ആ ദുആ നിത്യമായി പറഞ്ഞാൽ സ്വർഗത്തിന്റെ 8 വാതിലുകളും നമുക്ക് വേണ്ടി തുറക്കപ്പെടുമെന്നാണ്. കൂട്ടത്തിൽ ഈ ഒരു സ്വലാത്തും ഇൻഷാ അല്ലാഹ് പറഞ്ഞാൽ മുഖം പ്രകാശിക്കുന്നവരായി നമുക്ക് മരിക്കാൻ പറ്റും. നമുക്ക് ആഖിറത്തിൽ വരുമ്പോൾ അങ്ങനെ വരുമെന്നാണ്, മുഖം പ്രകാശിക്കുന്നവരായി. ഏതാണ് ആ സ്വലാത്ത്? കേട്ടോ, അല്ലാഹുമ്മ സ്വല്ലി അലാ നൂരിൽ അൻവാർ വസിറിൽ അസ്റാർ സയ്യിദിനാ മുഹമ്മദിൻ അൽ മുഖ്താർ വആലിഹിൽ അത്ഹാർ വഅസ്ഹാബിഹിൽ അഖ്യാർ. എൻ്റെ ഉസ്താദ്, ഇത് എന്ത് വലിയ സ്വലാത്ത്, ഇത് ഞങ്ങൾ എങ്ങനെ പറയും? കാണാതെ വേണ്ട, കണ്ടു പറഞ്ഞാൽ മതി. നമ്മുടെ ഫോണിൽ ഇത് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കോ, എഴുതി വെക്കോ, എവിടെയെങ്കിലും ചെയ്തിട്ട് നോക്കി ഒന്ന് പറഞ്ഞാൽ മതി. നമുക്ക് ഓർക്കുമ്പോഴൊക്കെ പറയുക. ഇത് വുളു എടുത്ത് മാത്രമല്ല, അല്ലാത്ത സമയത്തൊക്കെ പറയാം. മുഖം പ്രകാശിക്കുന്നവരായി നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ പറ്റുമെന്നാണ്. നമുക്ക് മഹ്ശറയിലേക്ക് വരാം, അതായത് ഒരു പേടിയുമില്ലാതെ നമുക്ക് വരാൻ പറ്റും. اللهم صل على نور الأنوار وسر الأسرار سيدنا محمد المختار وآله الأطهار وأصحابه الأخيار. ഒന്നുകൂടി, അല്ലാഹുവേ സല്ലി അലാ നൂറിൽ അൻവാർ, പ്രകാശത്തിന്റെ മേൽ പ്രകാശമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലെ, സന്തോഷത്തിന്റെ മേൽ ഞങ്ങൾക്ക് സന്തോഷം തരുന്ന മുത്തായ ഹബീബ്, രഹസ്യങ്ങളുടെ കാവൽക്കാരൻ, രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ആള്,
അല്ലാഹുവേ സയ്യിദനാ മുഹമ്മദിന്നൽ മുഖ്താർ, ഞങ്ങളുടെ നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അവിടുത്തെ കുടുംബം, അവിടുത്തെ അസ്ഹാബുമാർ എല്ലാവർക്കും നീ ഗുണവും രക്ഷയും കൊടുക്കണേ അല്ലാഹ്. ചൊല്ലിക്കോ, അല്ലാഹുമ്മ സ്വല്ലി അലാ നൂറിൽ അൻവാർ വസിറിൽ അസ്റാർ സയ്യിദിനാ മുഹമ്മദിൻ അൽ മുഖ്താർ വആലിഹിൽ അത്ഹാർ വഅസ്ഹാബിഹിൽ അഖിയാർ. ഈ സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ഒരു വട്ടമെങ്കിലും നമ്മൾ പറയാൻ ശ്രദ്ധിക്കണേ. റമദാൻ മാസമൊക്കെ കഴിഞ്ഞ സമയമാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഈ സ്വലാത്ത് നിത്യമായി ചൊല്ലാനും മുഖം പ്രകാശിക്കുന്നവരായി മരിക്കാനും മുഖം പ്രകാശിക്കുന്നവരായി സ്വർഗത്തിലേക്ക് വരാനും ആ മഹ്ശറയിലേക്ക് വരാനും അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് പേര് ദുആരക്കാനൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി മൊത്തത്തിൽ ദുആരക്കുന്നുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളൊക്കെ മാറ്റി കൊടുക്കട്ടെ. നമ്മുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരുമാറാവട്ടെ. ശവ്വാൽ മാസത്തിന്റെ നോമ്പിലൂടെയായിരിക്കും പലരും പോവുക. അൽഹംദുലില്ലാ, നോമ്പൊക്കെ കൃത്യമായിട്ട് പറ്റും പോലെ പിടിക്കുക. അല്ലാഹു തആല വലിയ പ്രതിഫലം നമുക്ക് തരും. അല്ലാഹു തആല നമ്മളെല്ലാവരെയും സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.